വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോൾ സ്പോക്കൺ ഹിന്ദി 60 ഡേയ്സ് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഫസ്റ്റ് ക്ലാസ് വെരി ഈസി, സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇന്ന് സെക്കൻഡ് ക്ലാസ്, അതും വെരി ഈസി. വേറെ ഒന്നുമല്ല, സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ടഫായിട്ട് നമ്മുടെ നാവിനെ കെട്ടിവെക്കുന്ന ഒരു സംഭവമുണ്ട് ഹിന്ദിയിൽ. നമ്മൾ ആണുങ്ങൾ സംസാരിക്കുമ്പോൾ, ഈ പെൺകുട്ടികൾ സംസാരിക്കുമ്പോൾ ഡിഫറൻസ് അത് ഹിന്ദിയിൽ ഓരോ സെന്റൻസിനും ഉണ്ട്. ആ ഡിഫറൻസിന്റെ ഒരു എന്താ പറയാ ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും അനുഭവപ്പെടാറ്. അത് വളരെ ഈസി ആയിട്ട് മൈൻഡിൽ വെക്കുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. വേറെ ഒന്നുമില്ല, പുരുഷന്മാര് സംസാരിക്കുമ്പോൾ ആ ശബ്ദമാണ് നമ്മൾ ആ സെന്റൻസിൽ കാണുക. സ്ത്രീകളാണെങ്കിൽ ഈ ശബ്ദമാണ്. വളരെ എളുപ്പമാണ്. അത് നമുക്കൊരു ടഫായിട്ട് തോന്നുമെങ്കിൽ അത് ഒന്നുമില്ല. ആ എന്നുള്ള ശബ്ദമാണ് ആ സെന്റൻസിൽ ഉൾക്കൊള്ളുന്നത്. അത് പുരുഷന്മാരെ കുറിച്ച് അല്ലെങ്കിൽ പുരുഷന്മാർ സംസാരിക്കുന്നതാണ്. അതുപോലെ ഈ എന്ന ശബ്ദമാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകളെ, അത് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ചെയ്ത് തരാം. വേറെ ഒന്നുമല്ല, ഇപ്പൊ പഠ് രഹാ ഹേ, വോ പഠ് രഹാ ഹേ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇത് സ്ത്രീയാണോ പുരുഷനാണോ? വോ പഠ് രഹാ ഹേ, ആ ഹേ എന്ന് പറഞ്ഞാൽ ആ ശബ്ദമാണ്, അപ്പൊ അതൊരു പുരുഷനാണ്. വോ പഠ് രഹി ഹേ, ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായേ? ഇത് സ്ത്രീയാണ്, കാരണം ഈ ആണ് ശബ്ദം വന്നത് അല്ലേ. പഠ് രഹ, പഠ് രഹി. അപ്പൊ അതുപോലെ തന്നെ വോ നഹാ രഹാ ഹേ, നഹാ രഹി ഹേ. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം. ഇത് നഹാരേ എന്ന് പറഞ്ഞാൽ കുളിക്കുകയാണ് കേട്ടോ, കുളിക്കുക. നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുക. വാക്കുകളുടെ അർത്ഥങ്ങളെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് മനസ്സിലാക്കി തരാണ്. നഹാ രഹാ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷൻ കുളിക്കുന്നതാ. നഹാ രഹി ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ കുളിക്കുന്നതാ. ഈ ഒരു സെന്റൻസ് വഹ് കർ രഹാ ഹേ, വഹ് കർ രഹി ഹേ എന്ന് പറയാം. വഹ് എന്ന് നമ്മൾ നോർമൽ ടോൺ സംസാരിക്കുമ്പോൾ വോ എന്നാട്ടോ പറയാം, വോ എന്ന് പറയുള്ളൂ. അത് നമുക്ക് മുൻപോട്ട് പറയാം. ഇപ്പൊ വഹ് കർ രഹാ ഹേ, വഹ് കർ രഹി ഹേ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർ രഹ, കർ രഹി, ആണാണോ പെണ്ണാണോ? മനസ്സിലായോ? രഹ ആണെങ്കിൽ അത് ആണ് ചെയ്യുന്ന കാര്യം, പെണ്ണാണെങ്കിൽ അത് രഹി എന്നായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു ഡൗട്ട് വരുന്ന മെയിൻ പോർഷനാണ് ഥ എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നമ്മൾ എന്തെന്നാ പറയാ? ഥ. ഓ, ആ സെന്റൻസിൽ ഥ എന്നുണ്ടെങ്കിൽ, ഒരു സെന്റൻസിൽ ഥ എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയ കാര്യം. ഥി എന്നാണെങ്കിൽ അത് കഴിഞ്ഞു പോയ കാര്യം സ്ത്രീയെ സൂചിപ്പിക്കുകയാണ്. സ്ത്രീ സംസാരിക്കും. ഇപ്പൊ ഗയാത്ത, മേ ഉദർ ഗയാത്ത, അല്ലെങ്കിൽ വോ ഉദർ ഗയാത്ത, വോ ഉദർ ഗയാത്ത, വഹു ഉദർ ഗയാത്ത എന്ന് പറയുമ്പോൾ അതൊരു പുരുഷനാണ്. ഗയിതി എന്നാണെങ്കിൽ സ്ത്രീയാണ്. ഓക്കെ, വോ ലിഖാത, ലിഖീതി. ഇത് രണ്ടിലും മനസ്സിലായോ? ലിഖ എന്ന് പറയുമ്പോൾ പുരുഷന്റെയാണ്, ലിഖി എന്ന് പറയുമ്പോൾ സ്ത്രീയുടെയാണ്. ഇനി വോ പൂച്ച, പൂച്ചാത്ത, പൂച്ചീതി. പൂച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ചോദിക്കുക എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ പൂച്ചാത്ത അല്ലെങ്കിൽ പൂച്ചീതി എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കണം. അത് പൂച്ചാത്ത എന്നാണെങ്കിൽ എന്താ പറയാ ആണ് സംസാരിക്കുന്നത്, പൂച്ചീതി എന്നാണെങ്കിൽ പെണ്ണ് സംസാരിക്കും. ഇത്രയേ ഉള്ളൂ ഇന്ന് ഞാൻ എടുത്ത ക്ലാസ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ. നമ്മളിനി മുന്നോട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ ആ ഈ കുട്ടി പറഞ്ഞാൽ മതി. പുരുഷന്മാരാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവര് ആ വെച്ച് സംസാരിച്ചാൽ മതി. ഇതിലൊന്നും കേൾക്കുമ്പോൾ അത് രണ്ട് സെന്റൻസ് ആണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളെ റിമൈൻഡ് ചെയ്യിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് നിങ്ങൾ പഠിക്കുകയും വേണ്ട, ഒന്നും ചെയ്യേണ്ട, റീഡ് ചെയ്യാൻ വേണ്ട, ഒന്നും വേണ്ട. ഇതിപ്പോ ഞാൻ പറഞ്ഞത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. അടുത്ത ക്ലാസ്സുകളിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇതുപോലെ ഹിന്ദി പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള ഒരുപാട് പേര് കാണും. അവർക്കൊക്കെ ആയിട്ട് നിങ്ങളുടെ പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയാ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ക്ലാസ്സസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.